ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി മുതലായിട്ടാണ് കേട്ടോ. നമ്മൾ ജീപ്പ് കോമ്പസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ജീപ്പ് കോമ്പസിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ കൊടുന്നിട്ടുക്കണമെന്ന് വണ്ടി. ഇങ്ങനൊരു മുതലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റപ്പിൽ തന്നെ വീഡിയോ ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിൽ തന്നെ വണ്ടി നിർത്തണം എന്നൊക്കെ കരുതിയോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിതിൻ്റെ മുന്നേ XUV വീഡിയോ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടിരുന്നു, ഓരോരോ വണ്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം, അതിൻ്റേതായിട്ടുള്ള ഏരിയ, അതിൻ്റേതായിട്ടുള്ള ആംബിയൻസിലൊക്കെ ഇട്ടിട്ട് വേണം വീഡിയോ ചെയ്യാൻ അല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏരിയയിൽ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജീപ്പ് കോമ്പസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കളർ, റെഡ് കളർ, എവിടുന്നാണെന്നുണ്ടെങ്കിലും എടുത്ത് കാണിക്കും. ഒരു എന്താ ഭീകര ലുക്ക് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മുതൽ സാധനമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന ഈ വാഹനം ഏകദേശം ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,07,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 97,000 വരെ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ പക്കയായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു അടിപൊളി വാഹനം തന്നെയാണ്. ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന, ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന നമ്മളൊരു സുഹൃത്തിൻ്റെ വാഹനം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുൻവശത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഫോഗ് ലാമ്പ് കാണാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അടിപൊളി ഫാൻസി നമ്പറാണ് 3939. പിന്നെ എന്ത് വേണം. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലോട്ടൊക്കെ പോകാം. നമ്മളെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 30% ടയറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ടയർ തീരാറായിട്ടുണ്ട്. 4 ടയർ, ഒരു പുത്തൻ ടയറാണ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പാടെ ഉഷാറായി. പിന്നെ നമ്മളെ കോമ്പസ് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഓരോ ഡോറുകളൊക്കെ ആയിട്ടും ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാ വീഡിയോയിലും നമ്മൾ കാണിച്ചു തരുന്നതാണ്, എല്ലാ ഡോർ സൈഡും കാര്യങ്ങളും, എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഡയറക്റ്റ് കണ്ടുകാണ്ട് ഒരു വണ്ടി എങ്ങനെ എടുക്കാം, ഡയറക്റ്റ് കണ്ടുകാണ്ട് എങ്ങനെ ഒരു വണ്ടി എടുക്കും, അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ മുന്നിൽ ഒരു വണ്ടി കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് എടുത്തു വന്നാൽ ഇതിൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡോറോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഗ്ലാസ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ അത്യാവശ്യം ഈ ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അമ്മാതിരി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇനിയിപ്പോൾ ഈ ഡോർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് പൊട്ടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എടുത്തു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ കണ്ടോ, ഇതാണ് നമ്മൾ ഒരാൾ തള്ളിയാലൊന്നും നീങ്ങൂല എന്നുള്ള രീതിയിലാണ് ഡോറ് നിൽക്കുന്നത്. ആ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നതാണ്. പിന്നെ ഡീസൽ ടാങ്ക് ഈ സൈഡിലാണ് വരുന്നത്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ ഓപ്ഷൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയില്ല ഒരു ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. അതുപോലെ ജീപ്പ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങൾ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു വലിയൊരു ലൈൻ ഇതാ നമ്മളെ ബാക്ക് ഗ്ലാസ്സിന് ചാരിയുണ്ട്. അതിങ്ങനെ നേരെ നമ്മളെ ഈ സൈഡിലോട്ട് ഇങ്ങനെ പോയി നമ്മളെ ഡോറിന് കൂടി ഇങ്ങനെ പോയി ഏകദേശം ഫ്രണ്ട് വരെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിക്കി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിക്കി നമ്മൾ തുറക്കുന്നത് ഇതാ ഇവിടെയാണ്. ഒരു ചെറിയൊരു ബട്ടൺ വരും. അത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഞാനിപ്പോൾ XUV എൻ്റെ വീഡിയോ ചെയ്തിരുന്നു 300. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു XUV ടൈപ്പ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജീപ്പ് കോമ്പസിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പേസ്റ്റോ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. അതുപോലെ ഈ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേക്ക് വന്ന അഫ്താബോ പഞ്ചിങ്ങും കാര്യങ്ങളും നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്ന്. ഇനി ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടിഭാഗത്തൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയാവുന്ന ഇവിടെ ഈ ബീഡിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. ഇതും കമ്പനി പേസ്റ്റ് എന്നല്ല, കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ വണ്ടി ആക്സിഡൻ്റ് ആവുകയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും. നല്ല ഒരു പുത്ത സ്റ്റെപ്പിന് വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെ നിങ്ങൾക്ക്
പറയാൻ കഴിയാവുന്ന ഒരു അടിപൊളി സ്റ്റെപ്പിന് കാര്യങ്ങൾ. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം അവന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അവന് സെയിലിന് നമ്മൾ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് നമ്മളൊരു വീട്ടിലൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ടയറൊന്ന് കാണിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റെപ്പിനി ടയർ കാര്യങ്ങൾ അത്ര പുത്തം സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നേരെ ബൂട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്രോം ഫിനിഷിലല്ലേ ഒരു അടിപൊളി ഇങ്ങനെ ലൈൻ ഇങ്ങനെ വന്നുങ്ങാണ്ട് നല്ല ഭംഗിയിൽ ഉണ്ട്. ഇനി ഈ ഡോറ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കറക്റ്റ് പേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ തോന്നുന്നു. പിന്നെ നല്ല അടിപൊളി അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ഒരു XUV ടൈപ്പിൽ ഒരു വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു അലോയ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ടയർ കുറച്ച് കുറവുണ്ട് എന്ന് വെച്ചങ്ങാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വണ്ടി പക്കയാണ്. ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഡോർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും വേറെ പേസ്റ്റോ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല, വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബോണറ്റ് തുറന്നാണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറിലെ കുറേ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഇതിൻ്റെ കുറേ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കണ്ട് പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്നതും നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇനി അറിയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ജീപ്പ് കോമ്പസ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻജിൻ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടി എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും ചളിയും ഉണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്രോണിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തൊക്കെ കാണിച്ചു കൊടുത്തേ. അഫ്രോണിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഈ സൈഡിലോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജറായിട്ടുള്ള വണ്ടി കുത്തിങ്ങാണ്ട് ടോട്ടൽ ലോസ് ആയ വണ്ടികളോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാറുമില്ല, കൊടുക്കാറുമില്ല. അത് നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഇനി ബോണറ്റൊന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടുത്തെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറവുകൾ ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വിട്ടു തരും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏതാണ് വണ്ടി ആവശ്യമല്ല വെച്ചാൽ കമൻറ്റ് ഇട്ടാൽ മതി. അങ്ങനെ എല്ലാ വണ്ടികൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വണ്ടികൾ എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ ഏകദേശം 10 ലക്ഷം രൂപയോളം IDBയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ IDB ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ടയറിൻ്റെ ഒരു കുറവ് എന്ന് ചോദിച്ചിങ്ങാണ്ട് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ കംപ്ലൈൻ്റ് ആയിട്ടല്ല, അത് തേയ്മാനത്ത് പെടുന്നതാണ്. അപ്പോൾ ടയർ കമ്മിയുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമുക്കിനി കൂടുതൽ പറയാതെ പുറമേ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം പറഞ്ഞു തീർന്നു എന്ന് കരുതുന്നു. നമുക്ക് നേരെ ഇനി ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോകാം. ഇൻറ്റീരിയർ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ഹൈറ്റ് കുറക്കാൻ അതുപോലെ കൂട്ടാൻ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ നോർമലായിട്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേട്ടോ ഇതൊക്കെ വരുന്നത്. നമ്മളെ സീറ്റ് സൈഡ് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ താഴെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മുന്നോട്ട് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൺട്രോളും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. നല്ല 2 കളറിൽ വരുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ അതുപോലെ നമ്മളെ പവർ വിൻഡോൻ്റെ ബട്ടൺ 4 എണ്ണം. അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ വരുന്നത് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അത് ഞാൻ ഇതിൻ്റെ പോകെ പറഞ്ഞു തരാം കേട്ടോ. ഇനി അതുപോലെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വന്ന് വണ്ടി സ്റ്റാർട്ടിങ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കീലെസ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ ജീപ്പിൻ്റെ ചാവി കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീ ഇടൂലേ, അവിടെ നമ്മളൊരു ബട്ടൺ വരും. ഏറെക്കുറെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള കാര്യങ്ങൾ വരുന്നത് ഞാൻ ഏകദേശം ഓരോന്ന് ബട്ടന് സ്റ്റോപ്പ് അതുപോലെ സ്റ്റാർട്ട് ബട്ടന് നമ്മളെ കീ ഇടുന്നിടത്ത് ഇങ്ങനെ നമ്മൾ കീ ഇടുന്നിടത്ത് ഒരു ബട്ടനാണ് വരുന്നത്. അതുപോലെ നമ്മളെ നോർമലി കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇങ്ങോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റീരിയോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, കോൾ അറ്റൻറ്റ്, കോള്
ഹാങ് ചെയ്യുന്നത് ഒക്കെയാണ് വരുന്നത്. 4 AC വെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ AC വെൻറ്റ് അങ്ങോട്ടുള്ള വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ AC കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മളെ ഈ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വണ്ടി തന്നെയാണിത്. എന്നാലും ബെൻസ് BM-ലൊക്കെ വരുന്ന പോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് തന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമുള്ളൂ ഹാൻഡ് ബ്രേക്ക് വർക്ക് ആവുള്ളൂ. അങ്ങനെയുള്ള സെറ്റപ്പ്. ഇപ്പോൾ ഇത് ഇറങ്ങിയ ടൈമിലൊക്കെ ഭയങ്കര സംഭവമാക്കി എടുത്തിരുന്നൊരു കാര്യമായിരുന്നു അത്. ബ്രേക്ക് ചവിട്ടിയാൽ ഹാൻഡ് ബ്രേക്ക് ഇതാവുള്ളൂ എന്നുള്ള സംഭവങ്ങളൊക്കെ ആണ് പറഞ്ഞു കേൾക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. AC കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് നമ്മൾ അനുഭവിച്ചും കണ്ട് പറഞ്ഞു തരാനേ കഴിയുള്ളൂ. അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ആ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കംഫേർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് കേട്ടോ. ഇനി ഇതാ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ. പിന്നെ നമുക്കിത് അവിടെ ചെറിയ രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങൾ ഒക്കെ പറ്റുന്ന, പിന്നെ ഒരു ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന, ഫോൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് എങ്കിലും പക്ഷേ ഇത് ഫോൺ വെക്കാൻ കൊള്ളൂല എന്ന് നമ്മൾ എടുത്ത് പറയാം. ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇത് 1-1 വെക്കാനേ നമുക്ക് ഇതിന് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ വേറെ പിന്നെ ബേസിക് ആയിട്ടുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറിൽ വരുന്ന എയർ ബാഗ് ABS ഒക്കെ ഇതിന് വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സാധാരണ എല്ലാ വണ്ടിക്കും വരാത്തത് പോലെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലാണ് ലോക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരാറ്. ഇത് നേരെ മറിച്ച് കണ്ട് ഇതിന് ലോക്ക് അൺലോക്ക് ബട്ടന് നമ്മളെ പാസഞ്ചർ സീറ്റിലും വന്നിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് പറയാവുന്ന പവർ വിൻഡോൻ്റെ ബട്ടന്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ ഇവിടെ AC വെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു പോർട്ട് വരുന്നുണ്ട്. AC വെൻറ്റ് കാര്യങ്ങൾ 2 AC വെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് റെസ്റ്റ് ബാക്കിലോട്ട് വരുമ്പോൾ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു നമ്മളെ വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ, പിന്നെ നോർമലായിട്ട് എല്ലാ വണ്ടിയിലും വരുന്ന പോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇത് വല്ലാതെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വലിയ ഉപകാരമായിട്ടോ. പിന്നെ ഒന്നും എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് വലിപ്പം കൂട്ടായിരുന്നു ബാക്ക് ഡോറ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കുറവായിട്ട് തോന്നിയത് അവിടെ ഇരുന്നപ്പോഴും ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കൊരു തോന്നിയൊരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയല്ല ഹൈറ്റ് കുറഞ്ഞവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ 5.5 ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഗ്ലാസിൻ്റെ വലിപ്പം കുറവാണ്. അത്യാവശ്യം നല്ല ഏകദേശം ഷോൾഡറിൻ്റെ അടുത്തില്ല, ഷോൾഡറിൻ്റെ താഴെ ഷോൾഡറിൻ്റെ ഇത്രത്തോളം വരുന്നുണ്ട് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് നോക്കണം. അപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ പൊന്തി നോക്കണം. ഹൈറ്റ് കുറവില്ലവർക്ക്, ഹൈറ്റ് ഇല്ലവർക്ക് ഓക്കെയാണ്. ഞാൻ ഹൈറ്റ് കുറവില്ലവർ ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ, എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് എടുത്ത് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വണ്ടിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9,49,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ഇനി എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ഇട്ടുങ്ങാണ്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായോ, അതുപോലെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റിയോ എന്നുള്ളതൊന്ന് കൂടെ ഒന്ന്
കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടെ സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും ഇതുപോലുള്ള നല്ല നല്ല ഓഫർ പ്രൈസിലുള്ളതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാ നമ്മൾ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജിനടുത്താണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിറക്ക വന്നു കണ്ട് നമ്മൾ ചിറക്കൽ നിന്നാണ് നമ്മൾ അങ്ങാടിക്ക് പറയുക. അവിടെ വന്നു കണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മുടെ ഷോപ്പിൻ്റെ പേര് ചോദിച്ചാൽ മതി. ഗ്യാരേജ് 71 എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. എൻ്റെ പേര് മാലിക് എന്നാണ്. അപ്പോൾ നമ്മളെ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്, അവർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വേഗം വണ്ടി വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളെ വണ്ടികൾ ഏതെങ്കിലും കൊടുക്കാനോ അതുപോലെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും വണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ സുഹൃത്തിന് ഇപ്പോൾ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഡീലർമാർക്ക് ചിലപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവർ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ വണ്ടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ രൂപത്തിൽ നിങ്ങളെ വണ്ടിയുടെ ക്വാളിറ്റിക്കുള്ള വില, നിങ്ങളെ വണ്ടിയുടെ മോഡലിനുള്ള വില നമുക്ക് മേടിച്ചു തരാൻ കഴിയും. അപ്പോൾ വേണ്ടവർ എത്രയും അങ്ങനെയുള്ളവരും കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്. നമ്മൾ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ടും നല്ല നല്ല അടിപൊളി വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.